ഫെബ്രുവരി 28 ഒരു നാടിനെയും നാട്ടുകാരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയ പൊന്നു എന്നറിയപ്പെടുന്ന ദേവനന്ദ മരിച്ചിട്ട് ഇന്നേക്ക് 5 വർഷം തികയുകയാണ്. മുങ്ങിമരണമെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ദുരൂഹതകൾ ബാക്കി നിർത്തിയാണ് ദേവനന്ദ മടങ്ങിയത്. ദേവനന്ദയുടെ ഈ മരണത്തിൽ ടീച്ചറുടെ അഭിപ്രായം എന്താണ്? നമ്മളെ ഏവരെയും വേദനിപ്പിച്ച ഒരു സംഭവമാണ് ദേവനന്ദയുടെ മരണം. സൂര്യ പറഞ്ഞ പോലെ ഇന്നേക്ക് 5 വർഷം തികയാണ്. എനിക്കിന്ന് ഓർമ്മയുണ്ട്, 2020 ഫെബ്രുവരി 27 നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ കൂടി ചർച്ച ചെയ്തതാണത്. പോരാത്തതിന് നമ്മളൊക്കെ ആ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തെ മുഴുവൻ ഞെട്ടിപ്പിച്ച ആ സംഭവത്തിൻ്റെ പലതും ഇന്നും ദുരൂഹതയിലാണ്. സൂര്യ, നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 2020 ഫെബ്രുവരി 27 രാവിലെ 10 മണിക്കാണ് കുട്ടിയെ കാണാതാവുന്നത്. വീടിനോട് ചേർന്ന് തുണി കഴുകിക്കൊണ്ടിരുന്ന അമ്മ ദേവനന്ദ തൊട്ടടുത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ ദേവനന്ദയോട് വീടിനകത്തേക്ക് ഇളയ കുട്ടിയെ നോക്കാൻ വേണ്ടി പോകാൻ പറയാണ്. പിന്നീട് 1 മണിക്കൂറിന് ശേഷം, അതായത് എനിക്ക് തോന്നുന്നു തുണി കഴുകി കഴിഞ്ഞതിന് ശേഷം അമ്മ വീടിനകത്തേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും കുട്ടിയെ കാണുന്നില്ല. 1 മണിക്കൂറിന് ശേഷമാണ് കുട്ടി മിസ്സായത് ആരറിയുന്നത്? അമ്മ അറിയുന്നത്. തുടർന്ന് പോലീസ് അന്വേഷണ വിഭാഗങ്ങളും ഫയർഫോഴ്സും എല്ലാം തിരച്ചിൽ പങ്കാളികളായി. ഒരു പകലും ഒരു രാവും കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 28 10 മണിയോടെയാണ് ഇത്തിക്കരയാറ്റിൽ കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടുന്നത്. ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെ വീടിന്റെ അകത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി എങ്ങനെ ആ ഒരു നദിയുടെ തീരത്തേക്ക് എത്തി? അത് കുട്ടീനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കുമോ? സൂര്യ, നമുക്ക് ഈ സംഭവത്തെ 3 ഭാഗങ്ങളായി തിരിക്കാം. കുട്ടിയുടെ വീടിന്റെ ചുറ്റുപാടെന്ന് പറയുന്നത്, ഞാൻ പറയുമ്പോൾ സൂര്യയുടെ മനസ്സിലേക്ക് ആ പിക്ചർ വരണം. ദേവനന്ദയുടെ വീട്, തൊട്ടടുത്ത് വലിയൊരു വീട്, പിന്നെ ഒരു ഇറക്കം, അത് കഴിഞ്ഞ് ഒരു ചെറിയ വീട്, പിന്നെയാണ് ഇത്തിക്കരയാറിന്റെ കര വരുന്നത്. ഈ ഭാഗത്തുകൂടി, അതായത് ദേവനന്ദ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഭാഗത്തുകൂടി നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്തിക്കരയാറിൻ്റെ ആ കരയിൽ ചെന്നിട്ട് കാൽ വഴുതി വീണതാവാം. അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ ഒരുപാട് കല്ലുകൾ നിറഞ്ഞ സ്ഥലമാണ്. കുട്ടിയുടെ ദേഹത്ത്, ഡെഡ് ബോഡിയിൽ കുട്ടിയുടെ ദേഹത്ത് ഒരു പാടുമില്ല. അപ്പോൾ 1ാമത്തെ ഭാഗം എന്ന് പറയുന്നത് കുട്ടി നടന്ന് അവിടെ വീണതാവാം. ഇനി 2ാമത്തെ ഭാഗം എന്ന് നമുക്ക് നോക്കേണ്ടത് കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലമാണ്. ഇത് ഇത്തിക്കരയാറിൻ്റെ കുറച്ച് മാറിയിട്ട് ഒരു 300 മീറ്റർ അകലെയായിട്ട് ഒരു നടപ്പാതയുണ്ട്. നടപ്പാത അല്ലെങ്കിൽ ഒരു താൽക്കാലിക ബണ്ടെന്നൊക്കെ നമുക്കതിനെ പറയാം. അതായത് തൊട്ടടുത്തൊരു ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. അത് ഒരു കുറുകെയുള്ളൊരു വഴി. സാധാരണ ഈ മൺചാക്കുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു നടപ്പാത. ഈ നടപ്പാതയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ആരുടെ ബോഡി കിട്ടുന്നത്? ദേവനന്ദയുടെ ബോഡി കിട്ടുന്നത്. ഇതാണ് 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞു കുട്ടി സ്ലിപ്പായി വീണിട്ടുണ്ടാവാം എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്നും ഈ നടപ്പാതയിലേക്ക് ഏകദേശം 300 മീറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഭാഗത്തെത്തണമെങ്കിൽ ഒരുപാട് കള്ളിമുൾച്ചെടികൾ നിറഞ്ഞ ഇതിലൂടെ നടന്നു പോകണം. ഒരിക്കലും ഒരു കുട്ടിക്കും ആ ഭാഗത്തുകൂടി നടന്ന് അവിടെ എത്താൻ പറ്റില്ല. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പോലീസിൻ്റെ നിഗമനത്തിൽ കുട്ടി അവിടെ ആയിരിക്കാം, അവിടെ നടക്കുമ്പോൾ അത് കാൽവഴുതി ആ നടപ്പാതയിലൂടെ കാൽവഴുതി വീണതാവാം എന്നാണ് പറയുന്നത്. ഒരു കുട്ടി ഇത്രയും ദൂരം നടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ഇതിനെ 3 തലങ്ങളായി ചിന്തിക്കാം. ഒരുപക്ഷെ കുട്ടി ഇവിടെ വീണിട്ടാവാം, അതായത് ആദ്യത്തെ ഭാഗത്ത്. ഇല്ലെങ്കിൽ 2ാമത് നമ്മൾ പറഞ്ഞു നടപ്പാതയുടെ ഭാഗം എന്ന് പറയുന്നത്, അവിടെ കാൽവഴുതി വീണതാവാം. അങ്ങനെയും മരണം സംഭവിക്കാം. പക്ഷെ ഇതിനിടയിൽ കൂടി ഈ കുട്ടി നടന്നു പോയത് എങ്ങനെയാണെന്നും നാം അന്വേഷിക്കേണ്ടതുണ്ട്. പോലീസിന്റെ നിഗമനത്തിൽ പറയുന്നത്, ഈ നടപ്പാതയിലൂടെ, അതായത് ഞാൻ പറഞ്ഞ 2ാമത്തെ ഭാഗം, അതിലൂടെ നടന്നു പോകുമ്പോൾ കുട്ടി ഒരു പക്ഷേ സ്ലിപ്പായി വീണതാവാം. പക്ഷേ കുട്ടിയുടെ ആന്തരിക അവയവങ്ങളിൽ നിന്നെടുത്ത ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം കുട്ടി മരിച്ചിരിക്കുന്നത് ആദ്യത്തെ ഇത്തിക്കരയാറിന്റെ ആ ഭാഗത്ത് വെച്ചാണെന്നാണ് പറയുന്നത്. പക്ഷെ ബോഡി കിട്ടുന്നത് അതായത് ഈ 2 ഭാഗത്തെ ചളിയും എടുത്ത്, അതായത് ആന്തരിക അവയവങ്ങളിലെ ചളി എടുത്ത് നോക്കിയപ്പോൾ അതിലെ ചളി 2 സ്ഥലത്തേതും എടുത്തു. അതിലെ ചളി കിടക്കുന്നത് ഏത് ഭാഗത്തേതാണ്? 1ാമത്തെ ഭാഗത്തേതാണ്.
അപ്പൊ കുട്ടി അവിടെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഇത് വണ്ടിന്റെ അടിയിലൂടെ ഒഴുകി വന്നതാവാന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ ശരീരത്തിൽ കിടന്ന ഷോള് അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതങ്ങനെ തന്നെയുണ്ട്. നടപ്പാത ക്രോസ് ചെയ്യുമ്പോഴാണ് കുട്ടി സ്ലിപ്പായി വീണതെങ്കിൽ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ ഈ ചളി എന്ന് പറയണത് അത് ആ ഭാഗത്തേതല്ല. ഇപ്പോ പോലീസിന്റെ കണ്ടെത്തലില് ഈ നടപ്പാതയിലൂടെ ഒരു പക്ഷെ വീണിട്ടായിരിക്കാം കുട്ടി മരിച്ചു എന്നല്ലേ? അപ്പോ അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ ബോഡിയിൽ നിന്ന് കണ്ടെത്തിയ ആ ഒരു ചെളി, അത് തന്നെയാണ് എനിക്ക് സൂര്യ പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ ആന്തരിക അവയവങ്ങളിൽ നിന്ന് കിട്ടിയ ചളി എങ്ങനെയാണ് ഇത്തിക്കരയാറിന്റെ ആദ്യത്തെ ആ ഭാഗത്തേതാവുക? രണ്ടും പരിശോധിച്ചിട്ടുണ്ട് അല്ലെ? അതാണ് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് പറയുന്നു ഈ നടപ്പാതയിൽ നിന്നാണ് കുട്ടി വീണിരിക്കുന്നതെന്നാണ്. ഈ കുട്ടി ഞാൻ പറഞ്ഞു ഇത്രയും ദൂരത്തേക്ക് എങ്ങനെ നടന്നു പോകും? നമുക്കിന്ന് ചിന്തിച്ചൂടെ സൂര്യ, ഒരു കുട്ടി ഒരു 50 മീറ്റർ പോലും തനിയെ നടന്നു പോകാൻ അവർക്ക് പറ്റുമോ? അപ്പോഴേക്കും അവർ പേടിച്ചു പോകും അല്ലേ? എന്തായാലും അതുപോലെ ഈ ഇത്രയും ദൂരം ഇന്നത്തെ കുട്ടികൾ ചെരുപ്പിടാതെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ കുട്ടി എങ്ങനെ ചെരുപ്പിടാതെ അത്രയും ദൂരം നടന്നുപോയി? അപ്പോൾ ഉറപ്പാണ് കുട്ടി മരിച്ചിരിക്കുന്നത് നടപ്പാതയുടെ അവിടെ വെച്ചല്ല. ഇവിടെ നിന്ന് ഒരുപക്ഷെ ഇവിടെ കാൽവഴുതി വീണ് മരിച്ചതിന് ശേഷം, അതായത് മുങ്ങി മരണത്തിന് ശേഷം ഈ ബോഡി ഒഴുകി വണ്ടിന് താഴേക്കൂടെ ഒഴുകി അങ്ങേയറ്റത്ത് എത്തിയതാവാം. അവിടെ ബാക്കി വെക്കുന്ന സംശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ദേഹത്ത് എങ്ങനെയാണ് ഈ ഷോള് മാറാതെ ഇരിക്കുന്നത്? ഇത്രയും ദൂരം ഒഴുകിപ്പോയ ശരീരത്തിൽ നിന്നും ഷോൾ അതുപോലെ കിടക്കുന്നുണ്ട്, അത് മാറിയിട്ടില്ല. അതാണ് നമ്മളെ അവശേഷിപ്പിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചിരുന്നു. കുട്ടീനെ കാണാനില്ല എന്നറിഞ്ഞ ആ ഒരു സെക്കൻഡ് തൊട്ടേ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം കിട്ടാത്ത ബോഡി എങ്ങനെ പിറ്റേ ദിവസം ആ നദിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും? അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ആദ്യത്തെ ദിവസം, അതായത് 27-ന് രാവിലെ 10 മണിയോടെ കുട്ടിയെ കാണാതാവുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞാണ് ഒരാൾ കുട്ടിയെ കിട്ടി എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാവരും എന്താ വിചാരിക്കുക, ആ സമയത്ത് കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാൾ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ട് അത് അന്വേഷിച്ചില്ല? ഇത്രയും നേരം, അതായത് ഈ ഒരു ദിവസം മുഴുവൻ കുട്ടിയെ അന്വേഷിച്ച് എല്ലാവരും നടന്നു. ഈ പറയുന്ന ഇത്തിക്കരയാറിൻ്റെ ചുറ്റുവട്ടത്തും ഒക്കെ ആൾക്കാർ നോക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് എങ്ങനെയാണ് കുട്ടിയുടെ ഡെഡ് ബോഡി ഈ നടപ്പാത കഴിഞ്ഞ് മറ്റേ ഭാഗത്ത് പൊങ്ങി വന്നത്? ഇനി ഇതിൽ ഏറ്റവും വലിയൊരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് കൊല്ലം സിറ്റി പോലീസിൻ്റെ ലാബ്രഡോർ ഇനത്തിൽ റീന എന്ന ഒരു നായയെക്കുറിച്ച് അല്ലേ, ഈ നായ പരിശോധിക്കാൻ വന്ന സമയത്ത് കുട്ടിയുടെ വീട്ടിൻ്റെ പിൻവാതിലിൽ കൂടി ഓടുകയാണ് പുറത്തേക്ക്. അത് കഴിഞ്ഞ് അവിടെ ഒരു വലിയ വീടുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ആ വീടിൻ്റെ വശത്ത് കുറച്ച് നേരം നിന്നു. അതിനുശേഷം നായ എന്ത് ചെയ്തു? അവിടെ ഇറക്കത്തിലൂടെ ഓടി പിന്നീട് ഈ കള്ളിമുൾ ചെടികളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പൊന്തക്കാട് വഴി ഓടിയിട്ട് പിന്നെ ഈ പറഞ്ഞ നടപ്പാതയിലൂടെ ക്രോസ് ചെയ്ത് മറ്റേ അറ്റത്ത് പോയിരുന്നു ആദ്യത്തെ ദിവസം. അവിടെ അന്ന് അന്വേഷണം അവസാനിപ്പിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം വീണ്ടും ഇതേ നായ ആ ഭാഗത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ഡെഡ് ബോഡി അവിടെ എത്തിയതെന്ന് ഒരുറപ്പും ഇന്നുമില്ല. കാരണം വേറെ ഈ ഒഴുകി പോവുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ കൃത്യമായി ഒഴുകിയിട്ട് ആ ഭാഗത്ത് എങ്ങനെ ഡെഡ് ബോഡി എത്തി? ഈ വണ്ടിനടിയിലൂടെ എവിടെയെങ്കിലും വരെയെങ്കിലും ഇത്രയും നേരം ഒരു മുങ്ങൽ വിദഗ്ധന്മാരടക്കം വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റിയില്ല? അതാണ് റീന എന്ന നായയുടെ മിടുക്ക് അവിടെ നമ്മൾ പ്രത്യേകം നോക്കേണ്ടതാണ്. തലേ ദിവസം തന്നെ റീന ഏകദേശം നമുക്കിത് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റിക്കൊണ്ടിരുന്നു. തുടക്കത്തിൽ വിപിൻ സാറായിരുന്നു സ്പോട്ട് ഇൻവെസ്റ്റിഗേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നീട് പെട്ടെന്ന് തന്നെ ചാത്തന്നൂർ ACP ജോർജ് കോശിയിലേക്ക് ഈ ചുമതല ഏൽപ്പിച്ചു. പിന്നീട് വീണ്ടും അത് ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. ഈ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത സമയത്താണ് അമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ്, അമ്മ ഒന്നുകൂടി പരാതി കൊടുക്കുന്നത്. അതിൽ അമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഞാൻ തുണി കഴുകിക്കൊണ്ടിരിക്കവേ അകത്തേക്ക് പോയ കുഞ്ഞിനെ പിന്നെ കണ്ടതില്ല. ഇപ്പോൾ വീണ്ടും അമ്മയുടെ പരാതിയെ തുടർന്ന് പിന്നീട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുകയാണ്.
അതായത് ഒരാൾക്ക്, ഒരു ഉദ്യോഗസ്ഥന് സമയം കിട്ടാൻ കാത്തു നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഓരോ ടീമിലേക്ക് മാറും. അതും എനിക്ക് തോന്നുന്നു അന്വേഷണത്തെ നന്നായി ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ മൊഴിയിൽ അമ്മ പറയുന്നുണ്ട് പോലീസുകാരോട്, കുട്ടി ഒരിക്കലും ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോവില്ല. നാട്ടുകാരും അതെ ആ ഒരു അഭിപ്രായത്തിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. പക്ഷെ അച്ഛൻ പറഞ്ഞ മൊഴിയില് കുട്ടി ഇതിനു മുന്നേയും പോയിട്ടുണ്ട് ഒറ്റയ്ക്ക്. അപ്പൊ അങ്ങനെ ഇതിനു മുന്നേ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്തുകൊണ്ട് ഈ വീട്ടുകാരെ ആ കുട്ടീനെ വിലക്കിയില്ല? ഇങ്ങനെ പോവരുതെന്ന് എന്തുകൊണ്ടത് പറഞ്ഞില്ല? അവിടെയാണ് ഒരു ദുരൂഹത, ഏറ്റവും വലിയൊരു ദുരൂഹത ബാക്കി നിൽക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു 2020 ഫെബ്രുവരി 27 ഈ കുട്ടിയെ കാണാതാവുന്നത്. 2019 ഫെബ്രുവരിയിൽ ഇതേ സമയത്ത് കുട്ടിയെ കാണാതായിട്ടുണ്ട്. അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ ധന്യ പറയുന്നത് ഇങ്ങനെയാണ്, കുട്ടി കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോണ സമയത്ത് എന്തോ കണ്ട് പേടിച്ച് തൊട്ടടുത്തുണ്ടായ മിനി എന്നൊരു സ്ത്രീയുടെ വീട്ടിലേക്ക് കയറിയിരുന്നു. അപ്പം മിനിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പേടിച്ച് അരണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനി ചോദിക്കുന്നുണ്ട്, എന്താണ് ദേവനന്ദയോട് ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയണത്, എന്താണ് ഇങ്ങനെ പെട്ടെന്ന് എന്തിനാ മോള് ഭയക്കുന്നതെന്ന്. അപ്പോൾ ഒരു അമ്മൂമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് കുട്ടി പറഞ്ഞതെന്നാണ് മിനി പറയുന്നത്. ഇത് നമുക്ക് ഇനിയും ഇതിൻ്റെ ശരിയായ വസ്തുത എന്താണെന്ന് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം കുട്ടിയെ കാണാതായി എന്ന് പറയുന്നുണ്ട്, അതും ഇതേപോലെ ഒരു ഫെബ്രുവരി മാസത്തിൽ. അത് ബാക്കി നിൽക്കുന്നുണ്ട്. അതുപോലെ കുട്ടീനെ കാണാതാവുന്നത് 27-ാം തീയതി ആണല്ലോ. അന്ന് 27-ാം തീയതി ഒരു 10-10 കൂടിയിട്ടാണ് കുഞ്ഞിനെ കാണാതാവുന്നത്. അതേ ദിവസം തന്നെ 9 മണിക്കാണ് കുട്ടി സോപ്പ് മേടിക്കാനായിട്ട് 100 മീറ്റർ അകലെയുള്ള കടയിൽ സോപ്പ് മേടിക്കാൻ പോയെന്നും കടക്കാരൻ മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷെ അച്ഛൻ പറയുന്നു ഇതിനു മുന്നേയും കുട്ടി പോയിട്ടുണ്ട്, അമ്മ പറയുന്നു ഇതുവരെ പോയിട്ടില്ല, ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ ഇവിടെ സത്യത്തിൽ മൊഴി മാറ്റിയത് ആരായിരിക്കും? അത് നമുക്കറിയില്ല. പക്ഷെ അന്വേഷണം ഒന്നും കൂടി ആർജവമാക്കണം. കാരണം എന്താന്ന് വെച്ചാൽ കുട്ടി തനിയെ പോകില്ല എന്ന് പറയുന്നുണ്ട്, ഇതിനു മുന്നേ പോയി എന്ന് പറയുന്നുണ്ട്, സോപ്പ് വാങ്ങാൻ പോയി എന്ന് പറയുന്നുണ്ട്. ആ ഭാഗത്ത് എത്ര കുടുംബങ്ങളുണ്ടെന്ന് അന്വേഷിക്കണം. ആ കുടുംബങ്ങളിൽ ആരെങ്കിലും ഈ കുട്ടിയെ ആ സമയത്ത് കണ്ടിട്ടുണ്ടോ, ആ വഴി പോയിട്ടുണ്ടോ, അതൊന്നും കൂടി അത്തരത്തിലുള്ള ഒരു അന്വേഷണവും നടന്നിട്ടില്ല. നമുക്ക് നോക്കാം, ഏകദേശം ഒരു 12 വയസ്സിനും 70 വയസ്സിനൊക്കെ ഇടയിലുള്ള എത്ര ആൾക്കാർ അവിടെയുണ്ട്, അവരാരെങ്കിലും ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാവാതിരുന്നതും? അതുപോലെ തന്നെ ഇപ്പോൾ ചെരുപ്പിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു വീടിൻ്റെ എന്തോ വലതുവശത്തെ മുറിയിൽ ചെരുപ്പുണ്ടായിരുന്നു, കുട്ടിക്ക് വേറെ ചെരുപ്പുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല? എത്ര ജോഡി ചെരുപ്പുകളുണ്ട്. അപ്പോൾ ചെരുപ്പിട്ടിട്ടാണ് കുട്ടി പോയിരുന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാം, അത് എവിടെയെങ്കിലും ആ ആറ്റിൻ്റെ എവിടെയെങ്കിലും പൊങ്ങി വരേണ്ടതാണ്, അതുണ്ടായിട്ടില്ല. അപ്പോൾ ചെരുപ്പിടാതെ ആയിരിക്കാം പോയിരിക്കുന്നത്. അപ്പോൾ കുട്ടി ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി. പിന്നെ അതിൽ ബാക്കി നിൽക്കുന്ന വേറെ ഒരു സംശയം, തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടി അതിനു മുന്നേ അവിടെ വന്നിരുന്നു. അപ്പോൾ ഈ കുട്ടി ദേവനന്ദ ഈ മോളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ജനലിലൂടെയാണ് ദേവനന്ദ അപ്പോൾ സംസാരിച്ചെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചും അന്വേഷണം ഉണ്ടായിട്ടില്ല. അതുപോലെ സ്ഥിരം ആ വീട്ടിൽ വരുന്ന 4 ആൾക്കാരുണ്ട് എന്ന് പറയുന്നത്. അവരുടെ കൂടെ കുട്ടി മൊബൈലിൽ കളിക്കാറുണ്ടെന്ന്. ആ തരത്തിലും അന്വേഷണം പോയിട്ടില്ല. ഇത്തരത്തിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നുണ്ട് ദേവനന്ദയുടെ മരണത്തിൽ. ഇപ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മയും നാട്ടുകാരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടി ഒരിക്കലും പോവില്ല, ഇതൊരു സാധാരണ മരണമായിട്ട് അവരാരും വിശ്വസിക്കുന്നില്ല എപ്പോഴും. അപ്പോൾ ഇത്രയും ദുരൂഹതകൾ ഇനിയും ബാക്കി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പോലീസുകാർ അന്വേഷണം അവിടെ വെച്ച് ബാക്കി നിർത്തി? എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല? അതാണ് സൂര്യ, ആരെയാണ് ഭയക്കുന്നത്? ഇപ്പം നമ്മൾ ഈ ഇൻസിഡൻറ്റിനെ മുഴുവൻ അവലോകനം ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതായത് കുട്ടി അവിടെ വീഴുകയാണെങ്കിൽ ഒരിക്കലും ഒഴുകിപ്പോവാൻ അത്ര ഒഴുക്കില്ല എന്ന് പറയുന്നുണ്ട്. ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഷോള് ശരീരത്തിൽ ഉണ്ടാവില്ല. ഇനി നടപ്പാത വഴി കുട്ടി കുറുകെ കടന്നു എന്ന് വിചാരിക്കാം, അപ്പുറത്തെ ഭാഗത്ത് ആകെ ഒരു ക്ഷേത്രം മാത്രമാണുള്ളത്. ഇനി ആ വശത്തേക്ക് പോയി എന്ന് അഥവാ സ്ലിപ്പായി അവിടെ നിന്ന് വീണാലും കുട്ടിയുടെ ദേഹത്തിൽ കിട്ടിയ ചളി ഏതല്ല, ആ ഭാഗത്തേതല്ല. പിന്നീട് ഈ മുൾച്ചെടികൾ നടന്ന് ഒരു സാധാരണ ഒരു ചെറിയൊരു കുട്ടിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ഇത്തരത്തിൽ 3 ചോദ്യങ്ങളാണ് ഈ സംഭവം നമ്മളെ അവശേഷിപ്പിക്കുന്നത്. പിന്നെ കുട്ടിയുടെ അച്ചാച്ചൻ തന്നെ പറയുന്നുണ്ട്, ഒരിക്കലും കുട്ടി അങ്ങനെ പുറത്തേക്ക് പോകുന്ന കുട്ടിയല്ല, എൻ്റെ മോള് പോയിട്ടില്ല, ആരോ എടുത്തു കൊണ്ടുപോയതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോൾ എന്തുകൊണ്ട് പിന്നീട് അതിലൊരു അന്വേഷണം നടന്നില്ല? അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞു നിർത്തിയ ഇതേ ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഒരുപക്ഷെ പ്രേക്ഷകർക്കും അവരുടെയും മനസ്സിലുണ്ടാവുക.
അത് തന്നെയാണ് സൂര്യ എനിക്കും പറയാനുള്ളത്. ഏതൊരു സംഭവം നടന്നാലും കുറച്ച് നാളത്തേക്ക് മാത്രമാണ് അതിൻ്റെ ചർച്ച നടക്കുന്നത്. ഇനി സമൂഹ മാധ്യമങ്ങളായാലും പോലീസ് അന്വേഷണ വിഭാഗങ്ങളായാലും. ദേവനന്ദയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. നമുക്കത് തന്നെയാണ് അറിയേണ്ടത്. ദേവനന്ദയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചത്? 5 വർഷമായി കേരളം കാത്തിരിക്കുകയാണ് ദേവനന്ദയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ.